ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നൊരു വൈഫൈയുടെ മോഡമാണ്. നമ്മുടെ എല്ലാ സാധാരണക്കാരുടെ വീട്ടിലോട്ട് ഇപ്പോൾ വൈഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാസം ഒരു 10-500 രൂപ മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതേലത്തെ വൈഫൈ മോഡ് സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിലൊക്കെ ആയാലും നമുക്ക് CCTV ഒക്കെ ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് CCTV വേണമെങ്കിൽ ഇതുകൊണ്ട് വൈഫൈ മോഡ് അത്യാവശ്യമായിട്ട് വേണം. പക്ഷേ ഈ വൈഫൈ മോഡൊക്കെ വെക്കാം, വൈഫൈയുടെ ബില്ലും അടയ്ക്കാം. പക്ഷേ ഇതിന് ബാക്കി നമുക്ക് ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ. അപ്പോൾ അതായത് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ഇത് ഓഫായി പോകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയത്തുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ക്യാമറ ആക്സസും നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒന്നേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ UPS മേടിച്ച് വെക്കണം. അപ്പോൾ ഇത് രണ്ടും പകരമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു മൊഡ്യൂളിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. കണ്ടന്റ് ഇരിക്കുന്ന കുഞ്ഞൻ PVC ബോക്സ് ഉണ്ടോ? ഈ ഒരു PVC ബോക്സിനകത്ത് ചെറിയൊരു ഇൻവെർട്ടറാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതിനകത്ത് 12 വോൾട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു ഉപകരണത്തെയും പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സോഴ്സാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ വീട്ടിലെ വൈഫൈ ഒക്കെ നമ്മൾ കറണ്ടില്ല സമയത്തും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിനകത്ത് തന്നെ 2 പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പോർട്ടിനകത്ത് നമുക്ക് ചാർജ് ചെയ്യും, ഒന്നിനകത്തുള്ള ചാർജ് റിലീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ജസ്റ്റ് ഈ വൈഫൈ ഒന്ന് വർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഈ പിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വൈഫൈക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് വൈഫൈയുടെ പുറകിലത്തെ പവർ സപ്ലൈ ഇത് കൊടുക്കാം. ഓക്കെ, വൈഫൈ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടോ, ഇവിടെ ഗ്രീനും ഈ റെഡ് ലൈനും കത്തി നിൽപ്പുണ്ട്. അതായത് വൈഫൈ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇത്രയും വെയിലത്തായതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ കഴിയാത്തത്. ഞാൻ ഈ 12 വോൾട്ട് പ്രവർത്തിക്കുന്ന CPU അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊരു BMS ബോർഡാണ്. ഈ BMS ബോർഡ് 20 ആംപിയറിൻ്റെ 3 ബാറ്ററി കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ബോർഡാണിത്. ഇത് ഞാൻ മേടിച്ചത് ഓൺലൈനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. ഇതിനകത്ത് 1, 2, 3 ഈ 4 പോയിന്റുകൾ കാണുന്നത് ബാറ്ററിയുടെ പോയിന്റും ഈ ഫ്രണ്ടിൽ കാണുന്ന 2 എണ്ണം നമ്മുടെ 12 വോൾട്ടിൻ്റെ ഇന്നും ഔട്ടും പോയിന്റാണ്. ഇതിനകത്ത് വരുന്ന ഇന്നും ഔട്ടും ഒറ്റ ലെഗിൽ കൂടിയാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ബോർഡാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡിന് ആവശ്യമായ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. 3.7 വോൾട്ടിൻ്റെ 3 ലിഥിയം അയൺ ബാറ്ററീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിടാൻ വേണ്ടി ഞാൻ ഒരു ബാറ്ററി കേസും എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി കേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ബാറ്ററിയുടെ ലെഗിൽ സോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നും ഔട്ട് സപ്ലൈ എടുക്കാൻ വേണ്ടി ഇതുകൊണ്ടൊരു ഫീമെയിൽ സോക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അസംബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് ഹോൾഡാത്ത ടൈപ്പ് ഒരു PVC ബോക്സ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾഡാത്ത ടൈപ്പ് അവർ PVC ബോക്സ് തരുന്നതായിരിക്കും. ഈ PVC ബോക്സിനായിട്ടാണ് ഇതെല്ലാം ഞാൻ അസംബിൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓരോരോ വർക്കിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ 2 ഫീമെയിൽ സോക്കറ്റ് നമുക്ക് ഈ ഒരു PVC ബോക്സിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഹോൾ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സോക്കറ്റിൻ്റെ ലെഗിൽ നിന്നും പോസിറ്റീവ് വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം. ഈ പോസിറ്റീവ് ലെഗ് വരുന്നതാണ് ഈ ഒരു ഇച്ചിരി വലിപ്പമുള്ള ലെഗ്. ഈ ലെഗാണ് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ വരുന്നത്. നമുക്ക് ഈ ലൈനിൽ നിന്ന് ഒരു വയർ സോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് ലൈൻ സോൾഡ് ചെയ്തെടുക്കാം. ഈ നെഗറ്റീവ് ലൈൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് നോക്കിയത് അകത്തോട്ട് മേളിൽ ചെറിയൊരു പ്ലേറ്റ് ഇരിക്കുന്നതാണ് ഇരുമ്പിൻ്റെ. ഈ പ്ലേറ്റിന് നേരെ വരുന്ന ലൈനാണ് ഇതിൻ്റെ നെഗറ്റീവ് ലൈന്. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്കൊരു വയറൂടെ സോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളൊരു സോക്കറ്റിനകത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PVC ബോക്സിനകത്ത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നട്ടും ഇട്ട് കൊടുക്കണം. അത് മറക്കല്ല്, എന്നാലേ മുറുകിയിരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തിടുന്നതിന് മുമ്പ് നമ്മൾ ആ നെറ്റ് അടുത്തതിൻ്റെ ഇട്ട് കൊടുക്കണം. ഇട്ടിങ്ങനെ ജസ്റ്റ് വെള്ളോട്ടിറക്കാം. എന്നിട്ട് മുമ്പിലത്തെ സെയിം രീതിയിൽ തന്നെ നമുക്ക് സോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ PVC ബോക്സിലിട്ട് നമ്മുടെ 2 ഫീമെയിൽ സോക്കറ്റും സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം കൊടുക്കാം. ബാറ്ററി കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി കേസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ്. സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും നെഗറ്റീവ് കൊണ്ടുവന്നായിരിക്കും നല്ലത്. നമുക്ക് കണക്ഷൻ എടുക്കാൻ പെട്ടെന്നായിരിക്കും. ഇവിടെ നെഗറ്റീവ് കൊണ്ടുവന്നു, താഴെ പോസിറ്റീവ് കൊണ്ടുവന്നു. പിന്നെ ഒരു ബാറ്ററി കേസ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇത് 3 എണ്ണം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ സ്പ്രിങ്ങുള്ള സൈഡിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം, എന്നാലേ അത് ടെൻഷനായിട്ട് കിടക്കത്തുള്ളൂ. ബാക്കിയുള്ള സൈഡ് പോസിറ്റീവ്. അങ്ങനെ പൊക്കിയിടണം. ഈ ബാറ്ററി നമുക്കിപ്പോഴും ഇങ്ങനെ ടെർമിനൽ കാണുന്ന സൈഡിലോട്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ബാറ്ററിയുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിൽ നിന്ന് ഒരു ലൈൻ സോൾഡ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കളർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മനസ്സിലാവാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ നമ്മൾ സോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ലൈൻ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ബാറ്ററിയുടെ സീരീസ് നമുക്ക് കണക്ട് ചെയ്യാം. അതിന് നമ്മളിപ്പോൾ എടുത്ത ലൈനിൽ നേരെ തന്നെ ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് 2 ടെർമിനൽ കാണാം. ആ 2 ടെർമിനൽ തമ്മിൽ നമുക്ക് സോൾഡ് ചെയ്ത് ഒരു ലൈനായി കൊടുക്കാം. അങ്ങനെ ഈ 2 ലൈൻ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു ലൈൻ നമുക്ക് വെളിയിലോട്ട് എടുക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലെഗിൽ നിന്ന് നമുക്ക് ഒരു ലൈനൂടെ വെളിയിലോട്ട് എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ 2 ലൈൻ നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ബാറ്ററിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഈ പോസിറ്റീവും ഈ നെഗറ്റീവൂടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ലൈന് വെളിയിലോട്ട് എടുക്കാം. ഈ ബാറ്ററി കേസ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടുകൂടി.
എന്നിട്ട് നമുക്ക് ഈ നെഗറ്റീവും പോസിറ്റീവ് ലൈന് ഒരുമിച്ചെടുക്കാം. നമ്മൾ അപ്പുറത്തെടുത്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലെഗിൽ നിന്ന് ഒരു ലൈനൂടെ പുറത്തോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ കണക്ഷനായിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഈ ഒരു നെഗറ്റീവ് ലൈനൂടെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബാറ്ററിയുടെ എല്ലാ കണക്ഷൻ സോൾവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമുക്കിനി ബോർഡിലോട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു കേസിനകത്തോട്ട് ഈ ബാറ്ററിയുടെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടെയാണ് ഒട്ടിക്കുന്നത്. ഞാൻ ഈ ഒരു മൂലയ്ക്കോട്ടാണ് ഈ ബോർഡ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ലൈനെല്ലാം ആവശ്യത്തിന് വേണ്ട വയർ എടുത്ത ശേഷം ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാം. അടുത്തായിട്ട് നമുക്കിനി ഈ BMS ബോർഡിലോട്ടുള്ള കണക്ഷനോടെ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചിരുന്ന രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കുക. തിരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ഈ ബാറ്ററിയുടെ കണക്ഷനകത്ത് കൊടുക്കുന്നത്. ഓരോരോ BMS ബോർഡിൽ ഓരോ രീതിയിലായിരിക്കും എഴുതിയേക്കുന്നത്. എന്തായാലും ചിലതിനകത്ത് B1, B2, B3 എന്നായിരിക്കും എഴുതിയേക്കുന്നത്. അതായത് ബാറ്ററിയുടെ ടെർമിനലാണ് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് നേരെ തിരിച്ച് വോൾട്ടേജാണ് എഴുതിയേക്കുന്നത്. 0 വോൾട്ട്, 4.2 വോൾട്ട്, 8.4 വോൾട്ട്, 12 വോൾട്ട്. പിന്നെ ഈ നമ്മുടെ 12 വോൾട്ടിൻ്റെ DC ഔട്ട് ടു ഇന്നും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ. എന്തായാലും നമുക്ക് ഓരോന്നോരായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് 0യിൽ നിന്ന് തുടങ്ങാം. 0 വോൾട്ടേജ് നമുക്ക് കൊടുക്കാം ബാറ്ററിക്കകത്ത്. 0 വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഓടുന്ന ആ ലെഗാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ലെഗാണ് നെഗറ്റീവിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ലെഗ് നമുക്ക് ഇതിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 4.2 വോൾട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഈ 4.2 വോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് കഴിഞ്ഞിട്ട് പോസിറ്റീവും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവ് ഇടയ്ക്ക് വരുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണ് 0.4 വോൾട്ട് വരുന്നത്. അതായത് ഇവിടുന്ന് പോസിറ്റീവ് വന്നു, ഇനി നെഗറ്റീവ് തുടങ്ങുന്നത് നമ്മൾ ലൈൻ എടുത്തിട്ടുണ്ട്. അണ്ട് ഈ ലൈനാണത്. അത് നമുക്ക് ഇതിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് കൊടുക്കേണ്ടത് 8.4 വോൾട്ടാണ്. 8.4 വോൾട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ബാറ്ററിയും അടുത്ത ബാറ്ററിയും തമ്മിൽ നിന്നുള്ള ഇടയ്ക്ക് വന്നൊരു ലെഗ് ഉണ്ടല്ലോ, ആ ലെഗാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ബാറ്ററിയിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ കണക്ഷൻ നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ ആണ് കൊടുക്കുന്നത്. ഈ 12 വോൾട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പം ഈ ബാറ്ററിയുടെ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു കണക്ഷൻ, അതായത് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിൽ നിന്നുള്ള ഏക ഒരു കണക്ഷനേ ഉള്ളൂ. ആ കണക്ഷനാണ് ഇതിൻ്റെ അകത്തെ 12 വോൾട്ടായിട്ട് വരുന്നത്. ഈ ഇത് നമുക്ക് ഇതിനകത്തോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന എല്ലാ കണക്ഷനും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ള 2 കണക്ഷനേ ഉള്ളൂ. അത് നമ്മൾ വെച്ചേക്കുന്ന ഈ ഫീമെയിൽ സോക്കറ്റിനകത്ത് വരുന്ന 2 വയറുണ്ടല്ലോ, ആ വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും മാത്രം നമ്മൾ നോക്കിയാൽ കൊടുത്താൽ മതി. നമ്മൾ പോസിറ്റീവ് ലൈൻ എടുത്തിരിക്കുന്നത് ചുവപ്പ് വയറാണ്. ഈ ചുവപ്പ് വയർ നമുക്ക് ആദ്യം സോൾവ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഫീമെയിൽ സോക്കറ്റ് നെഗറ്റീവ് ലൈനാണ്. ആ ലൈനോട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ BMS ബോർഡിലോട്ടുള്ള എല്ലാ കണക്ഷൻ ഞാൻ കൊടുത്തെടുത്തിരിക്കുകയാണ്. ഇത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ സർക്യൂട്ട് ടയറും ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം. ഇതും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി എന്തായാലും നമുക്ക് ഈ PVC ബോക്സ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ UPSൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം ഞാൻ ഒരു കുഞ്ഞൻ 2 പിൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായത് 2 സൈഡിൽ മെയിൽ സോക്കറ്റാണ് 12 വോൾട്ടിൻ്റെ. കണ്ടില്ലേ, ഇതൊരൊറ്റ വയർ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ഈ പിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ബൈ കൊടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞ മൊഡ്യൂൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നമുക്കൊരു സെറ്റർ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ TVയുടെ സെറ്റർ ബോക്സ് ആണ്. അപ്പോൾ കറണ്ടിലെ TV വർക്ക് ആവത്തില്ല. എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തതേ ഉള്ളൂ. 12 വോൾട്ട് പ്രവർത്തിക്കുന്ന വൈഫൈയുടെ മോഡായാലും ഈ സെറ്റർ ബോക്സിലെല്ലാം 12 വോൾട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് 2 പിന്നും നമുക്ക് ചാർജിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ഏതിലൊരെണ്ണം പിന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും, ഏതിലൊരെണ്ണം പിന്നെ ഔട്ട് എടുക്കാൻ ഉപയോഗിക്കും. രണ്ടും ഒരേ കണക്ഷനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ ഏതിലൊരെണ്ണം നമുക്ക് ചാർജ് ചെയ്യാനും ഔട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിനകത്ത് ഔട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഊത്തി കൊടുത്തു. ഇതേ പിന്നെ നമുക്ക് ഈ സെറ്റർ ബോക്സിൻ്റെ ഇന്നിലോട്ട് കൊടുക്കാം, അതായത് പവർ സോഴ്സിലോട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റർ ബോക്സ് ഓൺ ആയിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് 12 വോൾട്ട് പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഓൺ ചെയ്യാൻ പറ്റും. കറണ്ട് ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ ഒരു കുഞ്ഞൻ മൊഡ്യൂൾ തന്നെ ധാരാളമാണ്. ഇതുകൊണ്ടൊക്കെയാണ് വൈഫൈയുടെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഈ വൈഫൈ കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.